അയ്യോ കർത്താവ് തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ. ആരെന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണെങ്കിൽ അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ടെടുത്ത തീരുമാനമാണ് ഈ സിനിമ. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. നമ്മളമ്പ്രം പാവാമ്പ്രാട്ടി ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് പോയി. മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ള പറയുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങക്ക് നേരത്തെ അറിയാലേ? അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. സമ്മർദ്ദത്തിന്റെ പുറത്തല്ല, ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ, ഞാൻ വീണ്ടും വ്യക്തികളെ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. നാണക്കേട് വന്നത് ഞമ്മക്കല്ലേ, അത് നമ്മൾ സഹിച്ചോളാന്ന്. നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ നമ്മൾ സിനിമകളെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടി വരില്ലേ? സിനിമ ഒരു ആവിഷ്കാരമാണ്. അതിന് ഇത്തരത്തിൽ കടന്നാക്രമിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതിയല്ലേ സത്യത്തിൽ? ഞാൻ സമ്മതിക്കും, എനിക്കതിൽ അപമാനമില്ല. മോഹൻലാലിന്റെ പോസ്റ്റിന് പോലും അത് ഇനിയും നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക. എന്റെ വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടവേ ഉള്ളൂ. എന്റെ തന്തയുടെ മാപ്പ് ജയം പറയൂല കേട്ടാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേ. നല്ലപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തേ. നല്ലപോലെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണെന്ന് മൊയ്തൂട്ടി അജിനെ ബൈ കണ്ട മാറിയെന്ന് കുമ്പിട്ടവരൊക്കെ ഇപ്പൊ ബായ്പത്തി ചിരിക്കുക. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ അതല്ല ഇവിടുത്തെ പ്രോബ്ലം. ജനം സ്വീകരിച്ചിട്ടുണ്ട്, ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും മൂന്നാം ഭാഗം. സൈബർ ആക്രമണത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്, കോംപ്ലിക്കേഷൻ ആക്കരുത്.